Hi friends, welcome to our video. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു കുഞ്ഞ് ഇലക്ട്രിക് പ്ലെയിൻ്റെ അൺബോക്സിങ് റിവ്യൂ ആണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു ഹൈറ്റിലൊക്കെ പറക്കാൻ പറ്റുന്നൊരു പ്ലെയിനാണ്. നിങ്ങൾ ഒരിക്കലും ഒരു 10,000 രൂപയുടെ റിമോട്ട് കൺട്രോൾ പ്ലെയിൻ പോലെ പറക്കുന്നൊന്നും വിചാരിക്കില്ല. കാരണം ഇത് 200 രൂപയുടെ കുഞ്ഞ് പ്ലെയിനല്ല. അതിന് മീൻസ് വാല്യൂ ഫോർ മണിയാണ്. അത്യാവശ്യം പറക്കുകയും ചെയ്യുന്നൊരു നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള പ്ലെയിനാണ്. അപ്പോൾ ഞാൻ സംസാരിച്ച സമയം കാര്യങ്ങളൊന്നും കളയുന്നില്ല. നമുക്ക് നേരെ അങ്ങ് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ പ്ലെയിൻ ഇതുപോലത്തെ ഒരു ബോക്സിനകത്താണ് കിട്ടുന്നത്. ആക്ച്വലി ഞാൻ ഒരു വട്ടം ഒന്ന് അൺബോക്സ് ചെയ്ത് സാനിറ്റൈസ് ചെയ്തിട്ട് പറപ്പിച്ചൊക്കെ നോക്കിയതാണ്. പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ഒന്നും കൂടെ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് യൂസർ മാനുവലൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അസംബ്ലിങ്ങും കാര്യങ്ങളല്ല. ഇതിൻ്റെ പുറകിലൊരു പിക്ചറുണ്ട്. ഈ ഒരു പിക്ചർ നോക്കിയിട്ടാണ് നമ്മൾ അസംബ്ലിങ് എല്ലാം ചെയ്യാൻ. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലെയിനായിട്ട് തന്നെ വളരെ എളുപ്പമാണ് അസംബ്ലിങ് എല്ലാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഇത്രയും പാർട്സാണ് ഇതിനകത്ത് കിട്ടുന്നത്. 2 മെയിൻ വിങ് ഉണ്ട്, അത് കഴിഞ്ഞൊരു ടെയിൽ വിങ് ഉണ്ട്, അത് കഴിഞ്ഞ് വിങ്സ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 പീസുണ്ട്, അത് കഴിഞ്ഞ് മെയിൻ ബോഡി ഉണ്ട്, അത് കഴിഞ്ഞ് ചാർജ് ചെയ്യാൻ ഒരു USB കേബിളുണ്ട്. അസംബിൾ ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ ഈ ഒരു പ്ലെയിൻ എടുക്കുക. അതിനുശേഷം ഒരു മീഡിയം സൈസിൽ ഈ ഒരു വിങ് എടുക്കുക. ഇതിൽ എയർക്രാഫ്റ്റ് എന്നുള്ളത് വായിക്കാൻ പറ്റുന്ന പോലെ, അതായത് ഒരു യെല്ലോ കളർ ഫ്രണ്ടിൽ വരുന്നത് പോലെ ആ ഒരു സെൻറ്ററിലെ ഹോളിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കറക്റ്റ് സെൻറ്റർ വരെ നമ്മൾ ഇതുപോലെ കൊണ്ടുവയ്ക്കണം. സെൻറ്ററിൽ ഒരു കട്ടിങ് ഉണ്ട്. ആ ഒരു കട്ടിങ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇളകി പോകത്തൊന്നുമില്ല. ആ കട്ടിങ്ങിനകത്ത് ലോക്കായിട്ടിരുന്നോളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വിങ് വെച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് മെയിൻ വിങ് എടുക്കുക. ഇത് നല്ല ഫ്ലെക്സിബിൾ മെറ്റീരിയലാണ് കേട്ടോ. നല്ല ഫ്ലെക്സിബിളായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അങ്ങനെ ക്രാഷ് ആയി കഴിഞ്ഞാൽ ഒടിയത്തും അങ്ങനെയൊന്നുമില്ല. നല്ല ഫ്ലെക്സിബിളാണ്. അപ്പോൾ ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലൊരു പ്രൊജക്ഷൻ കാണാം. അതിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ വിങ് ഇരുന്നോളും. ഇപ്പോൾ നമ്മുടെ 2 വിങ്ങും വെച്ച് കഴിഞ്ഞു. അടുത്തായിട്ട് ഈ ഒരു പാർട്ട് എടുക്കുക. ടീ കാണുന്നത് പോലെ ഒന്ന് 2 വിങ്ങും തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ മറ്റേ സൈഡിലും ചെയ്യുക. ഇപ്പോൾ നമ്മൾ 2 സൈഡും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ടെയിലാണ് വെക്കാനുള്ളത്. അതിന് വേണ്ടി ആ ഒരു ടെയിൽ എടുക്കുക. ഇത് നമ്മൾ ആ ഒരു യെല്ലോ കളർ ഫ്രണ്ടിൽ വരുന്ന പോലെ വേണം വെക്കാൻ. തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ പറക്കില്ല. ഒരു യെല്ലോ കളർ ഫ്രണ്ടിൽ വരുന്ന പോലെ കറക്റ്റായിട്ടൊന്ന് ആ ഒരു ബാക്കിലെ ഹോളിൽ വെച്ച് കൊടുക്കുക. ഇതിൽ നമുക്കൊരു കട്ടിങ് കാണാം. ആ ഒരു കട്ടിങ് വരെ മൂവ് ചെയ്യുക. ആ കട്ടിങ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലോക്കായിട്ടിരുന്നോളൂ, ഇളകി പോകത്തില്ല. ഇപ്പോൾ നമ്മുടെ പ്ലെയിൻ്റെ അസംബ്ലിങ് കംപ്ലീറ്റ് ആയി. വളരെ സിമ്പിളായിട്ടുള്ള അസംബ്ലിങ് ആണ്. കാരണം ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലെയിനാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള അസംബ്ലിങ് ആണ്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പടം കാണാൻ പറ്റും, ഒരു പവറിൻ്റെ പടം. അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയിൻ ഓണാവും. ഓണായി കഴിഞ്ഞാൽ 15 സെക്കൻഡ്സ് വരെ ഈ ഒരു പ്ലെയിനിൻ്റെ ഇതിൻ്റെ മോട്ടർ കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. അത് കഴിയുമ്പോൾ തന്നെ ഓഫാകും. നമ്മുടെ പ്ലെയിൻ ഇപ്പം അസംബ്ലിങ് എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ഫ്ലൈറ്റ് അടിക്കാം. അതിന് മുമ്പായിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 15 മിനിറ്റാണ് എടുക്കുന്നത്. നമുക്ക് നമ്മുടെ മൊബൈലിൻ്റെ അഡാപ്റ്റർ ഉപയോഗിച്ചിട്ടാണ് ചാർജ് ചെയ്യേണ്ടത്. നമുക്കൊന്ന് ടെസ്റ്റ് ഫ്ലൈ ചെയ്യാം. ഇതൊരു പേപ്പർ പ്ലെയിൻ പോലെ പറക്കുള്ളൂ. ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയുകയാണ്. ഓക്കെ, സെക്കൻഡ് ഫ്ലൈറ്റ് നോക്കാം. ഓ, ഗേറ്റിലിടിച്ച്. പിന്നെ ഇടിച്ച്. പിന്നെ കേസ് ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. ഈ ഒരു പ്രൊപ്പലർ ആക്ച്വലി ഒരു ബ്ലാക്ക് കളറാണ് യഥാർത്ഥത്തിൽ വന്നത്. അതിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലിരുന്നൊരു പ്രൊപ്പലർ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതിൻ്റേതായ ഒരു ഫാൾട്ട് ഉണ്ട്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കഴിഞ്ഞ് എൻ്റെ അടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അതങ്ങ് എനേബിൾ ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരണമെന്നാണെങ്കിൽ നിങ്ങൾ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. സോ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. ഓക്കെ, സോ നമുക്ക് വേറെ അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.